ലോകമേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഇസ്രായേൽ ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തുമ്പോൾ എങ്ങനെയാണ് ആഗോള ജനതയ്ക്ക് ഇവിടെ മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളെ ആരാണ് മറച്ചുപിടിക്കുന്നത്? സഹായിക്കാനെത്തിയ കൈകളെ പോലും വെട്ടിയൊതുക്കുന്ന ക്രൂരത. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് ലോകത്തെ കാണിച്ചതിന് മാധ്യമ പ്രവർത്തകരെയൊക്കെ ചുട്ടരിക്കുന്ന ക്രൂരതയോട് പകരം ചോദിക്കുക തന്നെ വേണം. യുദ്ധ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അധികം വൈകാതെ നിങ്ങളെ തേടിയെത്തും. ആയുധം വീണ്ടും എടുക്കാൻ ഹമാസ് നിർബന്ധിക്കപ്പെടുകയാണ്. എന്താണ് ഗാസയിലെ പുതിയ സംഭവ വികാസം? നമുക്ക് പരിശോധിക്കാം. ഹൃദയഭേദകമായ കാഴ്ചകൾ ഗാസയിൽ നിന്നും വരുമ്പോഴും മൗനം പാലിക്കാൻ എങ്ങനെയാണ് ആഗോള സമൂഹത്തിന് കഴിയുന്നത്? ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാതിരിക്കാൻ കഴിയുക? ഒരിക്കൽ സമാധാന കരാറിലൂടെ അവസാനിപ്പിച്ച യുദ്ധം വീണ്ടും പുനരാരംഭിച്ച ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് സ്ത്രീകളെയും കുട്ടികളെയും തന്നെയാണ്. യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസ മുനമ്പിൽ ഇസ്രായേൽ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഗാസാമോഹം നടപ്പിലാക്കി കൊടുക്കാൻ ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന നടപടിയാണ് അവർ കൈക്കൊള്ളുന്നത്. 50% പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുകയും ഫലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെറ്റ്സാരിയും ഇടനാഴിയും ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ബഫർ സോണിന്റെ വലിപ്പം ഇരട്ടിയാക്കിയിരുന്നു. ഗാസയിലേക്ക് 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രദേശങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണ് എന്ന് ഇസ്രായേൽ പുറത്തിറക്കിയ ഭൂപടം കാണിക്കുന്നു. ഗാസയിലെ ഫലസ്തീനികളെ പുറത്താക്കി ഗാസ മുഴുവനായും കീഴടക്കാനുള്ള അമേരിക്കൻ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ നെതന്യാഹു കണ്ടുപിടിച്ച വഴി മാത്രമാണ് ഈ ഗാസ ആക്രമണം എന്ന കാര്യം ആർക്കാണ് ഇത്ര മനസ്സിലാകാത്തതല്ലേ? ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാരത്തിന് നേരെ നടത്തിയ മാരകമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി. ഇസ്രായേലിന്റെ ക്രൂരതകളെ ലോകത്തിന്റെ മുന്നിലെത്തിച്ച മാധ്യമപ്രവർത്തകരെ പോലും ഇല്ലാതാക്കുന്ന ഭരണകൂടമാണ് ഇന്ന് ഇസ്രായേലിനുള്ളത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി പരിസരത്തെ ടെന്റിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി മാധ്യമപ്രവർത്തകർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകനായ അഹമ്മദ് മൻസൂർ കൊല്ലപ്പെടുന്ന ഭീതിതമായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണിപ്പോൾ. 33കാരനായ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനാണ് ജീവനോട് തീയിൽ വെന്തു മരിച്ചത്. ഒന്നോർത്തു നോക്കണം എത്രത്തോളം ഭീകരമാണ് ആ അവസ്ഥയെന്നത്. മാധ്യമപ്രവർത്തകരുടെ ടെന്റ് ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണമെന്ന് മാധ്യമപ്രവർത്തകനായ അബദ് ഷാദ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. ഓടി വന്നപ്പോൾ ടെന്റിൽ എന്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ജീവനോടെ കത്തുന്നതാണ് കാണുന്നത്. ടെന്റിനകത്തേക്ക് കയറി അവനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ നോക്കി. അവിടെ ഒരു ഗ്യാസ് കാനിസ്റ്റർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് കത്തുന്നുണ്ടായിരുന്നു. കാലിൽ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ പാൻറ് കയ്യിൽ നിന്നും കീറിപ്പോയി. കുറച്ചാളുകൾ വന്ന് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ നോക്കി. അപ്പോഴേക്കും എന്റെ ബോധം പോയി, അബദ് ഷാദ് പറഞ്ഞു. ആക്രമണത്തെ ഫലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോംബാക്രമണത്തെ ഹീനമായ കുറ്റകൃത്യവും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും കാറ്റിൽ പറത്തിയുള്ള മനഃപൂർവ്വമായ കുറ്റകൃത്യമെന്നാണ് ഫലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം വിശേഷിപ്പിച്ചത്. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും 15ഓളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റംലയിലെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമപ്രവർത്തകന്റെ മരണം നിയമവിരുദ്ധമായ കൊലപാതകമാണെന്നാണ് പറഞ്ഞത്. ദൃശ്യങ്ങൾ പുറംലോകം കാണാതിരിക്കാൻ മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം ആരംഭിച്ചത് മുതൽ ആശുപത്രി പരിസരങ്ങളിലെ ക്യാമ്പുകളിൽ 100 കണക്കിന് ആളുകൾ അഭയം തേടിയിട്ടുണ്ട്. ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ മുതൽ കൊല്ലപ്പെട്ട ഫലസ്തീൻ മാധ്യമപ്രവർത്തകരുടെ എണ്ണം 207 ആയിട്ടുണ്ട്. മാർച്ച് 23-ന് തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ സൈന്യം ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ചത് നമ്മൾ മറക്കരുത്. മാത്രവുമല്ല, അടിയന്തര സഹായവും ഭക്ഷണവും ഗാസയിലെത്തിക്കാനുള്ള UN ശ്രമങ്ങളെപ്പോലും
കണ്ടില്ലെന്ന് നടിച്ചായിരുന്നു ഇസ്രായേലിന്റെ പോക്ക്. ആംബുലൻസിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ 8 റെഡ് ക്രസന്റ് ജീവനക്കാരും 6 ഫലസ്തീൻ സിവിൽ ഡിഫൻസിൽ നിന്നുള്ളവരും ഒരു ഐക്യരാഷ്ട്രസഭ ജീവനക്കാരനുമാണ് കൊല്ലപ്പെട്ടത്. വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലായിരുന്നു എന്നും ഹമാസ് ആയുധ ഗ്രൂപ്പ് ആയിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഉന്നയിച്ച അവകാശവാദം. ഈ സംഭവം ഹമാസിന്റെ തലയിലിട്ട് നൈസായി തലയൂരുന്ന ഇസ്രായേലിന്റെ തലയിലെ വാളായി ഹമാസ് ഇപ്പോൾ നിൽക്കുന്നു എന്നതുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ റാഫയ്ക്ക് സമീപം 15 അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത്. റെഡ് ക്രസന്റ്, സിവിൽ എമർജൻസി സർവീസ്, UN എന്നിവിടങ്ങളിൽ നിന്നുള്ള 15 പേരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി റെഡ് ക്രസന്റ് UN ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രായേലി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിനായിരുന്നു പാരാമെഡിക്കുകളെ മേഖലയിലേക്ക് അയച്ചത്. പാരാമെഡിക്കുകളുടെ മൃതദേഹങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിലെയും ഫലസ്തീൻ റെഡ് ക്രസന്റെയും ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയായിരുന്നു. ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. ഇരുട്ടിൽ ആളറിയാതെയാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. എന്നാൽ മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തതും ഫലസ്തീൻ റെഡ് ക്രസന്റ് പ്രസിദ്ധീകരിച്ചതുമായ വീഡിയോയിൽ യൂണിഫോമിലെത്തിയ അടിയന്തര ജീവനക്കാരനെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ആംബുലൻസുകളും ഫയർ ട്രക്കുകളും ലൈറ്റുകളും കത്തിച്ച നിലയിൽ ഇസ്രായേൽ പട്ടാളക്കാർ വെടിവെക്കുന്നത് വ്യക്തവുമാണ്. അതായത് ജനതയ്ക്ക് ആശ്വാസമാകുന്ന എല്ലാ കരങ്ങളെയും വെട്ടിമാറ്റുന്ന ക്രൂരതയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടത്തുന്നത് എന്ന് പറയാൻ ഇതിലും മികച്ച ഉദാഹരണം നമുക്കിനി ലഭ്യമാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇസ്രായേൽ നടത്തിയ ഇത്തരം നരനായാട്ടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിക്കാനായി വീഡിയോ പരിശോധിച്ചു വരികയാണെന്നും നിഗമനങ്ങൾ സൈനിക കമാൻഡർമാർക്ക് സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്. ഫീൽഡിൽ നിന്ന് ലഭിച്ച പ്രാരംഭ റിപ്പോർട്ടിൽ ലൈറ്റുകളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടെന്നും ഇത് പ്രാരംഭ റിപ്പോർട്ട് നൽകിയ വ്യക്തിയുടെ പിഴവ് മൂലമാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. പാരാമെഡിക്കുകളുടെ കൊലപാതകത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും ഫലസ്തീൻ റെഡ് ക്രസന്റും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം മണിക്കൂറുകളോളം കസ്റ്റഡിയിലെടുത്ത ശേഷം മോചിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന സംഘത്തിലെ 2 പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് റെഡ് ക്രസന്റും UN ഉദ്യോഗസ്ഥരും പറയുന്നു. കഴിഞ്ഞ ആഴ്ച ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഇസ്രായേലി സൈനികരാൽ കൊല്ലപ്പെട്ടതായും മറ്റ് അടിയന്തര സഹായ സംഘങ്ങൾ കാണാതായ സഹപ്രവർത്തകരെ മണിക്കൂറോളം തിരഞ്ഞു നടക്കുന്നതിനിടെ ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ അപൂർവ സന്ദർശന വേളയിൽ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് UAE വിദേശകാര്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതായി ഔദ്യോഗിക പ്രസ്താവനയെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചും വെടിനിർത്തലിനെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചും UAE ഉപമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും സാറും ചർച്ച ചെയ്തതായി UAE വിദേശകാര്യ മന്ത്രാലയ പ്രസ്താവനയിൽ പറഞ്ഞു. ദുരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി സമഗ്രമായ സമാധാനം കൈവരിക്കുന്നതിന് ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ച് സംസാരിച്ചു. 7 പതിറ്റാണ്ടുകളിലേറെയായി നിലനിൽക്കുന്ന വിശാലമായ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ഗാസ സംഘർഷം പോലും. 2007 മുതൽ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിൽ ഇസ്രായേലുമായി ആവർത്തിച്ച് സൈനിക ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷങ്ങളിൽ ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും എതിരായ സ്വയം പ്രതിരോധമായാണ് ഇസ്രായേൽ തങ്ങളുടെ നടപടികളെ ന്യായീകരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേലി പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും സ്വഭാവവും പലപ്പോഴും സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും അനുപാതമല്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമം അതായത് IHL അനുസരിച്ച് പ്രത്യേകിച്ച് ജനീവ കൺവെൻഷനുകളൊക്കെ പ്രകാരം സായുധ സംഘടനകളിൽ പങ്കെടുക്കുന്ന വൈദ്യ ഉദ്യോഗസ്ഥരെയും പത്രപ്രവർത്തകരെയും സംരക്ഷിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതിനർത്ഥം അവരെ ലക്ഷ്യം വെക്കരുത് എന്നും അവർ ശത്രുതയിൽ സജീവമായി പങ്കെടുക്കുന്നില്ലെങ്കിൽ അവർക്കെതിരായ ആക്രമണങ്ങൾ യുദ്ധക്കുറ്റങ്ങളായി കണക്കാക്കാമെന്നുമാണ്. മെഡിക്കൽ സൗകര്യങ്ങൾ, ആംബുലൻസുകൾ, പത്രവാഹനങ്ങൾ എന്നിവ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതും നിരോധിച്ചിരിക്കുകയാണ് നിയമങ്ങൾ. എന്നാൽ ഈ നിയമങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരത. ബോംബ് പൊളിച്ചിട്ട ഒരു കെട്ടിടത്തിലേക്ക് ഒരു ആംബുലൻസിൽ പൊടിയും പുകയും ഭേദിച്ച് ചുവന്ന ലൈറ്റുകൾ മിന്നിമറിഞ്ഞ് ഒരു ഡോക്ടർ അതിവേഗം പാഞ്ഞെടുക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ജനീവ കൺവെൻഷനുകൾ പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ഈ ഡോക്ടർമാർ. അവർ പോരാളികളല്ല, മറിച്ച് ജീവൻ രക്ഷിക്കുന്നവരാണ്. എന്നിട്ടും അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇരകളെ വലിച്ചെടുക്കുന്നതിനിടയിലും, ചിലപ്പോൾ ആശുപത്രികൾക്ക് സമീപം കാത്തിരിക്കുമ്പോഴും, ചിലപ്പോൾ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധ ശേഷിയുണ്ടായ ആംബുലൻസുകളിൽ പോലും അവർ മരണം വരിച്ചിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിലെ പാരാമെഡിക്കുകൾ ഇസ്രായേലി വ്യോമാക്രമണത്തിലോ വെടിവെപ്പിലോ കൊല്ലുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്ത നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അവർ പ്രവർത്തിച്ചിരുന്ന പ്രദേശങ്ങൾ ബോംബാക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. ഇത് അവരുടെ സാന്നിധ്യത്തോടുള്ള മനഃപൂർവ്വമോ കുറഞ്ഞത് അശ്രദ്ധമായോ ആയ അവഗണനയാണ് സൂചിപ്പിക്കുന്നത്.
ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ മനഃപൂർവ്വമാണെന്ന് ഉറപ്പല്ലേ? ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹമാസ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരെന്തായാലും ആയുധം എടുത്തിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹമാസ് ആയുധം എടുക്കുമെന്നും വീണ്ടും ഒരു സംഘർഷം നടക്കാനുള്ള സാധ്യതയെ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടോ? എന്ത് തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.